എന്നാണെങ്കിൽ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ഈഗിളോ ഞാൻ സെർച്ച് ചെയ്തോട്ടെ. എന്താ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? യൂട്യൂബർ ആണോ? സെർച്ച് ചെയ്തോട്ടെ നോട്ടെ. എന്താ ആട് വീഡിയോ വേണ്ട, വേണ്ട ഗെയിംസ് വേണ്ട, ഒന്നും വേണ്ട. ഗെയിമറാണോ? അതെ, അപ്പൊ അതാണ് പ്രശ്നം. ഓവർ സ്മാർട്ട് ആവണമെന്ന് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത്രയ്ക്ക് അങ്ങനെ ഓവർ ആകരുത്. എന്റെ പൊന്നു പോലെ മണവാള ഇവിടെ ഈഗിള് കിക്കിനകത്ത് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കിക്കിനകത്തുള്ള വ്യൂവർഷിപ്പ് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയി നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നാക്കല്ലേ വായി കിടക്കണേ, അതിന് നമുക്ക് നേരിടാം. ഞാൻ ചാനൽ നോക്കിയോട്ടെ. എന്താ ഈഗിളാ? പറഞ്ഞാലും വിശ്വസിക്കില്ല. നമ്മുടെ 10 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലടാ. ആൾക്കാർ 10 എന്നിട്ടാണ് ഇത്ര വിഷമം പറഞ്ഞ ആള്. വലിയ യൂട്യൂബറാന്ന് ചോദിച്ചു. നമ്മുടെ 10 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. അതാണ് വിഷമോ? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്ത് വർത്താനമാണ് മണവാള പറയുന്നത്? നമ്മുടെ പകുതി സബ്ബ് പോലും ഇല്ല. ഇവൻ ആരാ ഇങ്ങനെ പറയാനെ കൊണ്ട്? ഒരു ചെറിയ തീയിട്ട് കൊടുത്താൽ മതി, കാട്ടുതീയാക്കുന്ന കാര്യം നാട്ടുകാർ പോഴന്മാര് നോക്കിക്കോളൂ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഈഗിളൻ ഒരു മറുപടി തരുന്നുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. 2:40 വെളുപ്പിന് 2:40 2572 പേര് മൊബൈലിൽ ഡിഫോൾട്ട് അല്ലാത്ത ആപ്പാണ് കിക്ക്. യൂട്യൂബ് അല്ല, മനസ്സിലായോ? യൂട്യൂബ് അല്ല, അത് ഫോൺ മേടിക്കുമ്പോൾ ഫ്രീ കിട്ടുന്ന ആപ്ലിക്കേഷൻ അതിനകത്ത്. എൻ്റെ പൊന്നും മണവാള, ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ കിക്കിൽ മാത്രമല്ല, യൂട്യൂബിൽ ചെയ്യുന്ന ലൈവ് സ്ട്രീമിന് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട്. അത് മാത്രമല്ല, കൊണാദി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു നീഷയെ പിടിച്ചപ്പോൾ, ഒരു പോഡ്കാസ്റ്റ് പരിപാടി പിടിച്ചപ്പോൾ അതും വൻ സക്സസ്ഫുൾ തന്നെ ആയിരുന്നു. പിന്നെ ബ്രോ ഈ 4 മറ്റേ കുറി തൊട്ട് മറ്റേ കൺമശിക്കുണ്ടനെയും ഒക്കെ വിളിച്ചിരുത്തി 4 പേരായിട്ട് ഇരുന്ന് 1.5 മണിക്കൂർ അപരാധം പറയുന്നതിന് കിട്ടുന്ന വ്യൂസ് ഇല്ലേ, അതിന്റെ സ്റ്റാർട്ടിംഗ് സൂൺ എനിക്കുണ്ട്. നീയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്ന വ്യൂസ് എനിക്കിപ്പോൾ തൽക്കാലം കിട്ടുന്നുണ്ട്. നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് എന്തായാലും വേണ്ട. നിന്റെ 1.5 ലക്ഷം, നീ 1.5 മില്യൺ എന്നൊക്കെ പറയുന്നത് നിന്റെ ചാനലിൽ. അപ്പം നിന്റെ മറ്റേ പ്രാങ്ക് ചാനലിന്റെ കാര്യമല്ലേ പറയണേ? എനിക്ക് പ്രാങ്ക് ചാനലില്ല. ഞാൻ നാട്ടുകാരുടെ അടുത്ത് നേരെ പോയിട്ട് എന്റെ തുണി നോക്കി കാണിച്ചിട്ട് ഹായ് ദാ എനിക്ക് സാധനം ഇല്ല, പ്രാങ്ക് ആയിരുന്നു എന്ന് പറഞ്ഞ് ലൈക്ക് മേടിച്ചിട്ടുള്ളൊരു ചാനലല്ല ബ്രോ എന്റെ. ഞാൻ ആ ടൈപ്പൊന്നും അല്ല. വാണം അവന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞാൽ മതി. അവന്റെ തന്ത അന്ന കഴിവറാ മോനെ, അവനങ്ങ് തൊലി. മരിച്ചു പോയെന്നാ? നീ ഒരാളെ കാണുമ്പോൾ നോർമലി എങ്ങനെയാണ് നീ റെസ്പോണ്ട് ചെയ്യണേ? അല്ല മരിച്ചെന്നൊക്കെ പറഞ്ഞാണ് റെസ്പോണ്ട് ചെയ്യണേ? ഒരു ജോലി ഇല്ലാതെ ഒരുത്തൻ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കണോണ്ട് എനിക്കോ നാട്ടുകാർക്കോ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. തൊപ്പി ഒരു സാധനം കൊണ്ടു WWL എന്ന് പറയുന്ന സാധനം ഒരേപോലെ കോപ്പി പേസ്റ്റ് ആയിട്ടിരുന്ന് നാട്ടുകാർ. എടാ എനിക്ക് എന്തായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട് സ്ട്രീം ചെയ്യുന്നതിൽ. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിനക്ക് റിപ്ലൈ പറയുന്നതിൽ ഒരു മാന്യതായിട്ടുള്ള രീതിയുണ്ട്. അത് മര്യാദക്കായിരുന്നു മര്യാദയ്ക്ക്. അല്ലാതെ ഇതുപോലത്തെ കൺമശിക്കുണ്ടന്മാരെ പിടിച്ചു നിർത്തി ചത്തുപോയി മറ്റേ അത് പോയി ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത്. അങ്ങനെ പറയില്ല എന്റെ പൊന്നച്ചിതും കുട്ടി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും.